ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സേതുവിനോട് ഫോൺ വിളിച്ച് സ്മൃതി പറഞ്ഞതിനനുസരിച്ച് പല്ലവി തൻ്റെ കൂടെ വരാവോ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താ, താൻ വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം ചോദിച്ച പല്ലവിയോട് അതിനെപ്പറ്റിയൊന്നും ഓർത്ത് താൻ ടെൻഷൻ അടിക്കേണ്ട, തൻ്റെ കൂടെ ഞാൻ വന്നാൽ പോരെ, ഞാൻ വന്നിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു അങ്ങനെ പറയാം. പിന്നെ അവർ സംസാരിച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, സന്തോഷത്തോടെ അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ അച്ചു ആണെങ്കിൽ ഏട്ടൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അതങ്ങ് ധരിച്ച് വെക്കുകയും ചെയ്തു. പിന്നെയാണെന്നെങ്കിൽ പാറു വന്നിട്ട് ഈ ഒരു കാര്യം അമ്മ അറിയണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചും അതിന് ശേഷം നമ്മുടെ പല്ലവി റൂമിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെക്കുന്നു. അപ്പോൾ മോളിങ്ങനെ ഇതെല്ലാം എടുത്ത് വെക്കുന്ന സമയത്ത് അമ്മ പല്ലവിയുടെ അടുത്തേക്ക് വന്നു. പല്ലവിക്കരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, മോളിത് എങ്ങോട്ടാ, എന്താ ഇതൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നാളെ ഒരിടം വരെ എനിക്ക് പോകാനുണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പോൾ എങ്ങോട്ടാ മോളെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു. അമ്മ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയാം. അപ്പോൾ പല്ലവി അതൊക്കെ പറഞ്ഞ് ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മാഷാണെങ്കിലും മുകുന്ദ മാഷാണെങ്കിലും വന്ന് അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ മോളെ പറ്റിയൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു രാവിലെ നമ്മുടെ പല്ലവി പോകാനായിട്ട് റെഡിയായിട്ട് വന്നു. ഈ സമയത്ത് സേതു അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും വന്നു. സേതുവിൻ്റെ കൂടെ നമ്മുടെ പല്ലവി ഇങ്ങനെ പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുക. അപ്പോൾ പോകുന്നത് കുറേ പത്തനംതിട്ടയല്ലേ, അപ്പോൾ ഒത്തിരി ദൂരമുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദൂരം ചുറ്റി വളഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് കട്ട് ചാടി പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിയോട് പറയാം. സേതു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ അച്ചുവിന് മനസ്സിലായി സേതുവേട്ടൻ എവിടെയോ പോവുകയാണെന്ന്. അപ്പോൾ സേതുവേട്ടൻ എങ്ങോട്ടാണെന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ അച്ചു ചോദിച്ചു കേട്ടോ, സേതുവേട്ടൻ ആരുടെ കൂടെ പോവുകയാണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പം നിനക്കറിയാമെങ്കിൽ ഇപ്പം എനിക്കെന്താ, ആവശ്യമില്ലാത്ത എൻ്റെ ഒരു കാര്യങ്ങളിലും നീ ഒന്നും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, ആവശ്യമില്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും തലയിടാൻ വന്നേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ ദേഷ്യപ്പെടുക. അപ്പം ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളിൽ ഇടപെടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ഈ പറയുന്നതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ അച്ചുവിനോട് ദേഷ്യപ്പെടുക. ശരി, സേതുവേട്ടന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു അങ്ങ് കയറിപ്പോയി. എനിക്കറിയാം എവിടെ പോവാണെന്ന് അതും പറഞ്ഞിട്ടാണ് പോണത്, ഏട്ടനെ ഒന്ന് ഇതാക്കിയിട്ട്. അപ്പം അനിയത്തി അങ്ങ് കയറിപ്പോയി. അനിയത്തി കയറിപ്പോയി കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സേതു ഇങ്ങനെ വരുന്നതും നമ്മുടെ പല്ലവി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും. അത് കഴിഞ്ഞ് അവരൊരുമിച്ച് പോകുന്നതും. സേതു പോയി എന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി അവിടെ അവർക്ക് ഭയങ്കര, അതായത് നമ്മുടെ സ്വാതിക്കും മൃദുവിനൊക്കെ ഭയങ്കര സന്തോഷമായി. ആ നാശം, അയാൾ പോയ വഴി പോയാൽ മതിയായിരുന്നു, തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഏട്ടനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ വലിയേട്ടനെ നീ പൊക്കി പിടിച്ചോ, പക്ഷേ ഞങ്ങളോട് ഒന്നും പറയാനായിട്ട് നോക്കണ്ട, ഞങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് അവർ വീണ്ടും ആവർത്തിച്ച് തറപ്പിച്ചിങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ ഒരു ഇതിലിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചു പിന്നെ ഒന്നും മിണ്ടാനായിട്ട് പോയില്ല. എന്തായാലും സേതുവേട്ടൻ പോയിട്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നേരം നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു. അയാൾ പോവില്ല, നമ്മളുടെ നാശം കാണാതെ അയാൾ പോവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ സേതുവിനെ ഇതാക്കി സംസാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ പോകും. അപ്പോൾ സേതു പറഞ്ഞനുസരിച്ച് ഇവരൊരു കുറുക്കുവഴിയൊക്കെ ചാടിയാണ് പോണത്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, പിന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്, പറഞ്ഞ ടൈമിന് മുന്നേ തന്നെ അവിടെ നമ്മുടെ ആളെ എത്തിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇത് ഉള്ളത് കൊണ്ട് സേതു ഇങ്ങനെ വളരെ സേഫായിട്ട് ഒരു കാടൊക്കെ ഉള്ളൊരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതുവഴി 1-2 വണ്ടി വരുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് വണ്ടിയാണ്. ഈ പോലീസ് വണ്ടി പെട്ടെന്ന് പാഞ്ഞിങ്ങ് വന്നപ്പോഴത്തേക്കും വഴിക്ക് വീതി കുറവായതുകൊണ്ട് സൈഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ പോലീസ് വണ്ടി ഇങ്ങനെ ചീറി പാഞ്ഞ് ഇവരുടെ ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സേതു സ്റ്റിയറിങ് വളച്ച് കുറച്ചങ്ങ് മാറ്റി വണ്ടി അങ്ങ് ഒതുക്കി നിർത്തി. അപ്പോഴത്തേക്കും പോലീസുകാർ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇവരെ രണ്ടുപേരെയും സംശയാസ്പദമായ രീതിയിൽ കണ്ടതല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് ചവിട്ടലിന് പല്ലവി ആണെങ്കിൽ സേതുവിൻ്റെ ദേഹത്തേക്ക് അങ്ങ് വീണു. ഭയങ്കരമായിട്ടൊരു എന്താ പറയുന്നൊരു തലനാരിക്കൊരു ആക്സിഡൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യവും ഇതെല്ലാം ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസിനെ കണ്ടത് നമ്മുടെ പല്ലവിക്ക് പേടിയായി. അപ്പോൾ പല്ലവി, അയ്യോ സേതുവേട്ടാ, പോലീസ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ താനെന്തിനാ എന്നെ ടെൻഷൻ അടിക്കുന്നത്, പോലീസ് നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ലല്ലോ, പോലീസിനോട് കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തു പറയാനാണെന്നൊക്കെ ചോദിച്ചു. താനിങ്ങ് വാ, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു സേതു ഇങ്ങനെ
വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അപ്പോഴേക്കും എന്താടാ ഈ വഴിക്കൊക്കെ, ഈ കാട്ടിലൂടെ എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്, എങ്ങോട്ടാ രണ്ടെണ്ണങ്ങളും കൂടെ ചോദിച്ച ഒരു വല്ലാത്ത രീതിയിൽ ഈ പോലീസുകാർ ഇവരോട് സംസാരിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ രണ്ടുപേരും എന്തെങ്കിലും മോശമായ ഒരു ഇതിന് പോകുന്നതാണോ എന്നുള്ളൊരിതിൽ ആ പോലീസുകാർ ചോദിച്ചത്. അപ്പോൾ രണ്ടുപേരും കൂടെ എങ്ങോട്ടാടാ എന്നൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ച് മുള്ളും മുനയും വെച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. പോലീസുകാരൻ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതു പറഞ്ഞു, അയ്യോ സാറേ, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഈ നിൽക്കുന്നത് എൻ്റെ വൈഫാണെന്ന്. എൻ്റെ വൈഫാണെന്ന് പറയുന്ന സേതുവിൻ്റെ ഒരൊറ്റ ഞെട്ടലോടെ നോക്കൽ ആയിരുന്നു നമ്മുടെ പല്ലവി. കാരണം പല്ലവി ഒട്ടും പ്രതീക്ഷിച്ചില്ല സേതു അങ്ങനെ പറയുമെന്ന്. ഭാര്യയോ? പിന്നെ നീ ഇവളും കൂടെ എന്തിനാ ഇതിലിങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചപ്പം, അയ്യോ സാറേ, ഞങ്ങൾ കറങ്ങി നടന്നതൊന്നുമല്ല, ഇവൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ ഇതിലിങ്ങനെ ഷോർട്ട് കട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറ്റുന്ന ആ ഒരു ഇതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നതെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. നീ പറയുന്നതൊക്കെ നേരാണോടാന്ന് ചോദിച്ചപ്പം, എൻ്റെ പൊന്നു സാറേ 100% ശരിയാണ്, വേണമെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്കാൻ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാർ പല്ലവിയുടെ നേരെ നോക്കി, നേരാണോ എന്നുള്ള രീതിയിൽ. നേരാണോട് ചോദിച്ചു ഇവൻ ഈ പറയുന്നതൊക്കെ എന്ന് ചോദിച്ചപ്പം പല്ലവിയുടെ നേരെ സേതു ഇങ്ങനെ 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 കണ്ണിതാക്കി കാണിക്കാം. നേരാണ് സാറെന്ന് പല്ലവിയും പറഞ്ഞു. ഇപ്പം തൽക്കാലം രണ്ടുപേരും പറഞ്ഞത് വിശ്വസിച്ച് ഞങ്ങളെ വിടുകയാണ്. പിന്നെ ഇതിനകത്ത് വെച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയേക്കരുതെന്നൊക്കെ പറഞ്ഞു. വേഗം നിന്നാ വിട്ടോ, ഈ സ്ഥലം അത്ര നല്ലതല്ല, ഇച്ചിരി പെശക് പിടിച്ച സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരിങ്ങനെ പറഞ്ഞു വിടുക. അപ്പോൾ ഇവർ ശരി സാറെന്നും പറഞ്ഞ് വണ്ടിയെ കയറി പോണു. പിന്നെ പല്ലവിയാണെന്നുണ്ടെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പല്ലവി ഇങ്ങനെ ആകെ അമ്പരപ്പോട് കൂടിയിരിക്കുക. കാരണം പല്ലവി തൻ്റെ ഭാര്യയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് നമ്മുടെ സേതു ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇത് കാണിച്ചല്ലോ. അപ്പം അങ്ങനെ ആ ഒരു വല്ലാത്തൊരിതിലിങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പല്ലവിയോട് ക്ഷമ പറയുകയാണ് സേതു. ക്ഷമിക്കണം കേട്ടോ, താൻ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നമ്മളെ രണ്ടുപേരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയേനെ. അതുമാത്രമല്ല, തനിക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനും പറ്റിയെന്ന് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാകും സേതുവേട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. എന്തായാലും സേതുവേട്ടൻ നല്ലതിനെ എന്തും ചെയ്യുള്ളൂ എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പല്ലവി ഇരിക്കുന്നു. എന്തായാലും അവർ രണ്ടുപേരും കൂടെ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങ് പോവുക. ഇവർ രണ്ടുപേരും കൂടെ പോയി നമ്മുടെ പല്ലവിയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ നടക്കുന്നു. പല്ലവി ഇൻ്റർവ്യൂവിനായിട്ട് അകത്തേക്ക് കയറിപ്പോയ സമയത്ത് നമ്മുടെ സേതു ആണെങ്കിൽ പല്ലവിക്ക് വേണ്ടി ഒരു കാവൽക്കാരനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സേതു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതുവിനെ തേടി ദേ വരുന്നു ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രനാണെങ്കിൽ കിട്ടിയതൊന്നും പോരാ, സേതുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് സേതുവിനെ മൂപ്പിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഈ ഇന്ദ്രൻ്റെ സംസാരം. വണ്ടിയിൽ വന്നിറങ്ങിയിട്ട്, ഓ നീ മാധവൻ മുതലാളിയുടെ മകനായിരുന്നല്ലേ, ഞാൻ ഓർത്തു ഏതെവിടുന്നെങ്കിലും ജോലി അന്വേഷിച്ചു വന്ന വരുത്തനാണെന്ന്. വെറുതെ അല്ല, നിനക്കൊരു എല്ല് കൂടുതലല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മാധവൻ മുതലാളി അനാവശ്യം പറഞ്ഞു. അതുപോലെ തന്നെ നിന്നെ ഉപേക്ഷിച്ചിട്ടാണ് മാധവൻ രണ്ടാമത് കെട്ടിയതെന്നൊക്കെയുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സാധാരണ ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ദ്രന് രക്തം തിളച്ചു വരും. അതുകൊണ്ട് തന്നെ രക്തം തിളച്ച് കയറി നിൽക്കുന്ന സേതുവിൻ്റെ മുന്നിലാണ് ഇന്ദ്രൻ ഈ ഒരു ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെല്ലുന്നത്. ഇന്ദ്രൻ്റെ അവസാനം കണ്ടവർ ബാക്കി കാണുമോ? ഇല്ല. ഇനിയിപ്പോൾ അവനെ പഞ്ഞിക്കിടുന്ന പരിപാടിയായിരിക്കും നമ്മുടെ സേതു ചെയ്യാൻ പോണത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് ആദ്യമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.